എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതൊരു സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ ഏത് ട്രിക്ക് എന്ത് ട്രിക്ക് പറഞ്ഞു കൊടുത്താലും അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ചോദിക്കും, എന്തായാലും ചോദിക്കും സിമ്പിളായിട്ട് വല്ല ട്രിക്ക് ഉണ്ടോയെന്ന്. എന്താ കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇനി മനസ്സിലാവാണ്ടാണോ ഇനി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അത് കുത്തിരി നോക്കാൻ അവർക്കൊരു മടിയായിരിക്കും ചിലപ്പോൾ. അതായത് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കിങ്ങനെ കുത്തിരി നോക്കാനൊരു മടി. സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലൊക്കെ വല്ല ട്രിക്ക് ഉണ്ടാ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏത് ട്രിക്ക് ഇട്ടാലും അതിൻ്റെ വ്യത്യാസം ദിവസം വിളിച്ച് ചോദിക്കും, ഒന്നും കൂടിയും സിമ്പിളായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർക്കെല്ലാം സിമ്പിളാണ്, മനസ്സിലാവാത്തവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എങ്കിലും അപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ പിന്നെ ഒന്നും കൂടി സിമ്പിളായിട്ടൊരു ട്രിക്ക് 3, 6, 9 തന്നെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അതെന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. മനസ്സിലാകുന്ന ആൾക്കാർക്ക് എല്ലാം സിമ്പിൾ തന്നെ. പക്ഷേ ഇതിനെങ്ങനെ ഈ ബുക്കും പേനയൊക്കെ പിടിച്ചിങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്നവർക്ക് എല്ലാം സിമ്പിൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. കാരണം ജസ്റ്റ് നോക്കി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാണ്ടെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതായത് 3, 6, 9 നമ്പറുകളിൽ തന്നെ 3, 6, 9 നമ്പറുകളിൽ തന്നെ ഈ നമ്പറുകൾ ലാസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആദ്യം. അതായത് 10, 21, 32, 43, 54, 65, 76, 87, 98. ഇത് ഈ നമ്പർ തന്നെ വരണം കേട്ടോ. ഇത് തിരിച്ചൊന്നും വരരുത്. 45 വന്നിട്ടൊന്നും കാര്യമില്ല, 45 കാര്യമില്ല, 43 വരണം. അല്ലെങ്കിൽ 56 കാര്യമില്ല, 54 വരണം. അപ്പോൾ ഇതേപോലെ അതായത് 5, 4, 4, 3 ഇങ്ങനെ കറക്റ്റായിട്ട് 3, 6, 9 നമ്പറുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ വന്നിട്ടുള്ള നമ്പറുകളിൽ പിന്നീട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇത് കണ്ടില്ലേ, 21 നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകളിൽ 21 വന്നിട്ടുണ്ട്. അതായത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ വരണം കണ്ടില്ലേ, 21. ഈ 21 ഇവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് അവിടെ 0 കൂട്ടാൻ പറ്റില്ല. അപ്പോൾ 7 × 9 നമ്പറിൽ മനസ്സിലായി, 9 നമ്പറിൽ 21 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരണം. അതുപോലെ 54 എന്ന് പറയുമ്പോൾ ഇവിടെ 55, 4 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 9, 9, 7, 16, 5, 21, അതായത് 3ൻ്റെ നമ്പർ. ഇങ്ങനെ 21 എന്ന് പറയുമ്പോൾ 2, 1, 3ൻ്റെ നമ്പറാണത്. അപ്പോൾ ഇതിൽ 5, 4 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2, 1 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കാണിച്ചു തരാം. ചില ദിവസങ്ങളൊന്നും വരില്ല കേട്ടോ. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എവിടെയാണ് നോക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിലൊന്നും അങ്ങനത്തെ ഒരു നമ്പർ വന്നിട്ടില്ല. നേരെ തിരിച്ചിട്ടുണ്ടല്ലേ, ഇതിലങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടുണ്ട് 76 വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. 76 നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പറിൽ കണ്ടില്ലേ 7, 6 വന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ ഇവിടെ 3, 6, 9 നമ്പറല്ല, 7, 4, 11 2ൻ്റെ നമ്പറാണ്. അപ്പോൾ അത് വേണ്ട, അത് 2ൻ്റെ നമ്പറാണ്. അപ്പോൾ അത് വേണ്ട. നമുക്ക് വേറെ വന്നിട്ടുണ്ട് നോക്കാം. അതെ 0, 6, 65 അതായത് 6, 5 വന്നിട്ടുണ്ട്. 6, 5 ഇവിടെ വന്നിട്ടുണ്ട്. ഈ 2 നമ്പർ കൂട്ടുമ്പോൾ 6, 6, 12 3ൻ്റെ നമ്പറിലാണ് ഇങ്ങനെ ഈ ഒരു നമ്പർ വന്നിട്ടുള്ളത്, 65 വന്നിട്ടുള്ളത്. അതുപോലെ 53, 10 അതായത് 10 വന്നിട്ടുണ്ട്. ഇതല്ലേ 10 നമ്മൾ എഴുതി വെച്ചാൽ 10 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 5, 3, 8, 9ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ 3, 6, 9 നമ്പറുകളിൽ ഈ നമ്പറുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തായാലും ഒരാഴ്ചത്തെ റിസൾട്ട് തന്നെ നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ ഇതിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ 34 വന്നിട്ടില്ല. അങ്ങനെ വരരുത്, 43 ആവണം. അങ്ങനെ 43 വരികയാണെങ്കിൽ ഈ 7, 9, 4 കൂട്ടുമ്പോൾ 3, 6, 9 നമ്പർ ആയിരിക്കും വേണം. അപ്പോൾ അത് കൂട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള നമ്പറുകൾ നോക്കുക നിങ്ങൾ. ഇതിൽ വന്നിട്ടില്ല. ഏകദേശം ഒരാഴ്ചയ്ക്ക് നോക്കാം. ഇവിടം വരെ നോക്കാം നമുക്ക്. 32, 76 അതായത് 76 വന്നിട്ടുണ്ട്. 7, 2, 9, 3, 12ൻ്റെ നമ്പറാണ്. 3ൻ്റെ നമ്പറിലല്ലേ 12 എന്ന് പറയുമ്പോൾ 2, 3ൻ്റെ നമ്പറിൽ 6 അതായത് 76 കറക്റ്റായിട്ട് ഇത് 76 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതുപോലെ ഇവിടെ 9ൻ്റെ നമ്പറാണെങ്കിൽ ലാസ്റ്റ് 1 വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ മെത്തേഡാണ്. അതായത് 53, 11 ഈ 3, 6, 9 നമ്പറിൽ 1 അല്ലെങ്കിൽ 7 വരുന്ന ഒരു പ്രൈം നമ്പറാണിത്. അത് ഒറ്റനോട്ടത്തിൽ 1 അല്ലെങ്കിൽ 7 വന്നത് എന്തായാലും പ്രൈം നമ്പർ ആയിരിക്കുമല്ലോ. ഇതാണ് ആ സംഭവം. ഓക്കെ, ഇതിൽ ഇങ്ങനെയുള്ള നമ്പറുകൾ വരുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വേറെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടം വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 32, 76 അടിച്ചിട്ടുള്ളത് എന്നാ അക്ഷയയിലാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അക്ഷയയിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അക്ഷയ ഒരാഴ്ചത്തെ നമ്പറിൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കി 0721 0721 അടിച്ചിട്ടുണ്ട്, അതായത് 21 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ മനസ്സിലായ, നെക്സ്റ്റ് നമ്പർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നമ്പർ നോട്ട് ചെയ്താൽ മതി. 21 വന്നിട്ടുണ്ട്, നെക്സ്റ്റ് നമ്പർ 32 അല്ലേ. അപ്പോൾ നോക്കിക്കോ കറക്റ്റായിട്ട് 32 എന്നുള്ള നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ 33 22 ഈ 2 നമ്പർ മാത്രം ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഈ 2 ബ്ലോക്കും മിക്കപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് 0721 അടിച്ചു, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ 33 22 5000 അടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? 0721 വന്നു, അതിൻ്റെ പിറ്റേ ദിവസം 33 22 5000 വന്നിട്ടുണ്ട്. അതുപോലെ 32 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയാണ് എടുക്കുന്നത്, അതാ 32 23 ആയിട്ടും ആ നമ്പർ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ആ നമ്പർ. അല്ല, ഇത് 18-ാം തീയതിയാണ് അടിച്ചിട്ടുള്ളത്, സോറി, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ളത്, എങ്കിലും കുഴപ്പമില്ല. അതെ, 0721 വന്നു, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകളിൽ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളിൽ അതിൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ 23 32 100ലാണ് വന്നത്. അതിന് ശേഷം എന്താ പറയുക, ലാസ്റ്റ് ഈ പറഞ്ഞതുപോലെ വേറെ വല്ല നമ്പറുകളിലൊക്കെ 21 32 എന്നുള്ള രീതിയിലും വേറെ നമ്പറുകളിൽ 32 വരുന്നുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് 32 32 അല്ലെങ്കിൽ 33 22 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പറുകൾ ഇതുപോലെ നോട്ട് ചെയ്യുക, അതിൻ്റെ പിറ്റേ ദിവസം കറക്റ്റായിട്ട് അത് അടിച്ചിട്ടുണ്ട് 33 22. മനസ്സിലായില്ലേ? ഇനി അതിന് ശേഷമുള്ള വേറെ നമ്പർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 97 54, ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്ത നമ്പറാണ്. അപ്പോൾ ഇതിൽ 54 കഴിഞ്ഞാൽ 65 അപ്പോൾ നമുക്കത് നോക്കാം. 65 65 അല്ലെങ്കിൽ 66 55 ഈ നമ്പറാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അന്നത്തെ ദിവസം തന്നെ 66 57 അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 66 57 അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. 66 75 ആയിട്ടും ആ നമ്പർ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ നമ്പർ 65 65. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് നോക്കാം. 66 65 5000 അടിച്ചു പോയ ഒരു നമ്പറാണ്, ഒരാഴ്ചനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 18 17-ാം തീയതിയാണ് നോക്കേണ്ടത്. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 65 65 അല്ലെങ്കിൽ 66 55. ഇവിടെ അത് വന്നിട്ടില്ല. അപ്പോൾ ആ നമ്പർ എന്താ പറയുക, കാണിച്ചാൽ ഒരു നമ്പർ വന്നില്ല വെച്ചിട്ട് നിങ്ങൾ ഇതാവണ്ട കേട്ടോ, സാധനം വരും. 69 55 സാറില്ല, 66 55 അല്ലെങ്കിൽ 65 ഈ നമ്പറാണ് വരാത്തത്. എന്താ കാരണം വെച്ചാൽ അന്നത്തെ ദിവസം നോക്കിയേക്കാം, പിറ്റേ ദിവസം ഇങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്പർ ഇല്ല. അന്നത്തെ ദിവസം ഒരു നമ്പർ അടിച്ചിട്ടുള്ളത് കാരണമാവാം, അത് ഞാൻ പിന്നീട് ലാസ്റ്റ് പറഞ്ഞിട്ട് എന്താ സംഭവം എന്നുള്ളത്. ഈ ഒരു നമ്പറിൽ എന്തായാലും അങ്ങനെ വന്നല്ലോ, ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. 66 57 അന്നത്തെ ദിവസം തന്നെ അടിച്ച കാരണമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന നമ്പർ ആയിരിക്കാം 66 57 5000 കയറുന്നത്. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 53 10 അതിൻ്റെ പിറ്റേ ദിവസം അടിച്ചിട്ടുള്ളത് അല്ലേ, അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും അടിച്ചിട്ടില്ല. 53 10 അടിച്ചിട്ടുണ്ട്, അത് നോക്കാം, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ 06 65 അടിച്ചിട്ടുണ്ട്, 53 10 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 53 10 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 10 കഴിഞ്ഞാൽ എത്ര? 21 അത് കാണിച്ചു തരാം. 21 21 അല്ലെങ്കിൽ 22 11 ഈ 2 ബ്ലോക്കാണ്. അതും അന്നത്തെ ദിവസം തന്നെ ഇത് നോക്കുന്നത് 21 26 അടിച്ചിട്ടുണ്ട്, 22 11ൻ്റെ പകരം 22 16 അടിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 33ൻ്റെ മാത്രം അന്നത്തെ ദിവസം അടിക്കാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കറക്റ്റായിട്ട് അടിച്ചത്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്തോളം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഈ പറഞ്ഞതുപോലെ 21 21 22 11 വന്നിട്ടില്ല. നമുക്കത് അന്നത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നോക്കാം. 13 കഴിഞ്ഞാൽ 14 വരട്ടെ, 14 ഈ സാധനം 11 25 അങ്ങനെ തിരിച്ചും മറിച്ചൊന്നും നോക്കണ്ട നിങ്ങൾ. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ റൊട്ടേഷൻ അല്ലെങ്കിൽ തിരിച്ചും മറിച്ച് അതൊന്നും ഞാൻ പറയില്ല. അത് വെറുതെ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാശ് പോകും. നമുക്ക് 21 20 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 22 11 അത് മാത്രം നോക്കിയാൽ മതി. 21 20ൻ്റെ ബ്ലോക്കാണ്.
ഇത് വീണ്ടും വന്നിട്ടുള്ളത് കണ്ടില്ലേ, 21 പകരം ഇവിടെ 21 പോരാത്തിന് 22 പോരാത്തിന് ഇതേ ഇവിടെ 21 കറക്റ്റായിട്ട് കെടുക്കുന്നുണ്ട്. അത് മാഞ്ഞ് കണ്ടില്ലേ, 21 തന്നെ കറക്റ്റായിട്ട് ഇവിടെ കെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നമ്പറുകൾ. നെക്സ്റ്റ് 22-11 അപ്പോൾ ഈ 22-11 നമ്മൾ 22-14 22-19 അങ്ങനെയൊക്കെ ആയിട്ട് 5000 അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 ഒരു നോട്ടപ്പുള്ളി തന്നെയാണ്. അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. എങ്കിലും ഇങ്ങനെ കറക്റ്റായിട്ട് ഈ സംഭവം വരുന്നുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റിലേക്ക് ഇതിലേക്ക് ഒരു 0-ൻ്റെ ഒരു ഡബിൾ 0 കൂടിയും കയറി വരുന്നുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയോ, അതെങ്ങനെയാണ് കയറി വരുന്നത്. 21 അപ്പോൾ 21 ഓക്കെ. ഈ നമ്പറിൽ ആ സമയത്ത് തന്നെ അടിച്ചു പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പക്ഷേ ആ സംഭവം ഈ 21 നമ്മൾ കണ്ടല്ലോ, 100 കിടക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. 22-11 നോട്ട് ചെയ്ത് വെച്ചോ. പറയാൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നല്ല അങ്ങനെ കാണിച്ചു തരുന്നത്. അടുത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നോക്കാനുള്ളത് 53-10 അല്ലേ ഇപ്പോൾ നോക്കിയത്. 53-10 നോക്കിയത്. അടുത്തത് 0665 ഓക്കെ. 0665 അതായത് 0665 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 65 കഴിഞ്ഞാൽ 0665 ഇത് 12ൻ്റെ നമ്പറാട്ടാ. 369 നമ്പറിൽ 65. അപ്പോൾ 65 കഴിഞ്ഞാൽ നെക്സ്റ്റ് 76. ഇത് നോക്കാം നമുക്ക്. 76 അല്ലെങ്കിൽ 77-66. ഇത് നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഉണ്ടോ ഒന്നും കൂടി നോക്കാം. 78-76 ഒന്നും എടുക്കുന്നുണ്ട്. ഈ ഒരു നമ്പറും അന്നത്തെ ദിവസം വന്നിട്ടില്ല. നമുക്ക് 14 ഇവിടെ 76 100 വന്ന് എടുക്കുന്നത് അല്ല, 100-ലാണിത് വന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 100 വന്ന നമ്പർ തന്നെയാണ് മുകളിലേക്ക് കയറുന്നത് മിക്ക സമയത്ത്. 77 അല്ലെങ്കിൽ 76. 77-ൽ 57 അടിച്ചിട്ടുള്ളത്. 60-ൻ്റെ ബ്ലോക്ക് വരും. 77-76 അതെ. ഇവിടെ നിങ്ങൾ രണ്ടാം ദിവസമാണ് 77-67 അടിച്ചിട്ടുള്ളത്. ഓക്കെ, 77-67 ഇവിടെ അടിച്ചിട്ടുള്ളത്. ഡബിൾ നമ്പർ വന്നിട്ടില്ല. അതേസമയം നമ്മൾ എന്തെന്ന് പറയുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ 32-76 ആ ഒരു നമ്പർ ഇവിടെ നോക്കി വെച്ചപ്പോൾ 87 അല്ലെങ്കിൽ 88-77 ഈ നമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 32-76 അത് ഇതിൻ്റെയും ബാക്കിലാണല്ലോ. അത് ഈ നമ്പർ കറക്റ്റായിട്ട് 5000 ഈ പറഞ്ഞ പോലെ 77-88 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തായാലും ഇങ്ങനെയൊക്കെ ഈ നമ്പറുകൾ വന്ന പോലെ 21 76 22 ഇങ്ങനത്തെ 65 കട്ട നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ തന്നെ 0 കയറി വരുന്നുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് 77-67 കയറിയിട്ടുള്ളത്. പോരാത്തതിന് 76-70 ബ്ലോക്ക്. അത് നമ്മൾ 76 ഇതല്ലേ, അതും 76-77 ആയിട്ടാണ്. മനസ്സിലായി, 76-77 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇതേ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയും 76-ൽ വന്നിട്ടില്ലല്ലോ. ഇനി ഇതിൽ 0 കയറി വരുന്നൊരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പരിപാടി കഴിഞ്ഞു. പിന്നെ 76-ൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ വന്നത്, ഇപ്പോൾ നമ്മൾ നോക്കിയത് എത്രയാണ്, 0665. ഇനി ലാസ്റ്റാണ് 32-76. ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ, ലാസ്റ്റാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ നോക്കി. ഇവിടെയാണ് നമ്മൾ 32-76 കണ്ടത് അല്ലേ. അതായത് 32-76 അതായത് 7-2-10-13 7-2-9-12 3ൻ്റെ നമ്പറിൽ വന്നിട്ടുള്ള നമ്പർ തന്നെയാണ്. അപ്പോൾ 76 കഴിഞ്ഞാൽ 87 ലാസ്റ്റ് അല്ലേ. അല്ല, അടുത്തത് 76 കഴിഞ്ഞാൽ നെക്സ്റ്റ് 87. അപ്പോൾ ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ 87 അല്ലെങ്കിലാണ് 88-77 പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അടിച്ചുള്ള അക്ഷയയിലാണ്. ഈ നമ്പർ ഈ പറഞ്ഞതുപോലെ വൈകിട്ടാണ് കറക്റ്റായിട്ട്
അടിച്ചിട്ടുള്ളത്. അത് എത്ര 87 അന്നത്തെ ദിവസം അന്നത്തെ ദിവസം തന്നെ 87 84 അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കിടക്കണം നോക്കണ്ട. അതുപോലെ 88 70 ബ്ലോക്കിൽ നോക്കാം. 88 87 87 ആ ഒരു കട്ട നമ്പർ 87 പക്ഷെ 87 86 ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും 87 വരാൻ സാധ്യതയുള്ള നമ്പറാണ്. 87 88 87 81. ഓക്കെ, 87 81 88 ഇവിടെ 88 00. ഈ 00 വരുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതിൽ 00 വരുന്നുണ്ട്. അത് അതിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. 87 അവസാനമായിട്ട് 87 88 വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിയതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ആ നമ്പർ ഇവിടെ അടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 77 88 ഈ നമ്പർ 32 76 അടിച്ചിട്ടുള്ളത് എന്താണോ അന്നാണ്. അതായത് അക്ഷയയിൽ അടിച്ച് ഒരു 1 2 3 4 ദിവസം കഴിഞ്ഞിട്ടാണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് അക്ഷയ കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് ഈ നമ്പർ അടിക്കുന്നത്. അതുപോലെ ഏകദേശം 4ാമത്തെ ദിവസമൊക്കെ ചിലപ്പോൾ ഇതെന്നാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ 07 21 4ാമത്തെ ദിവസം അടിക്കാം, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോൾ 2 ദിവസം 07 21 അടിച്ചിട്ട് 2 ദിവസം അല്ലേ ആയിട്ടുള്ളൂ. അല്ല, അത് ഇന്നലെ തന്നെ അടിച്ചല്ലോ അല്ലേ. 97 54 അടിച്ചിട്ട് നെക്സ്റ്റ് 65 65 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഈ 65 65 ഇങ്ങനെയുള്ള നമ്പറുകൾ വരാം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ഒരു സിമ്പിൾ ഐഡിയ തന്നെ. പിന്നെ നമ്മൾ പറയാൻ വന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 00 ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ നമ്പർ ഉണ്ടല്ലോ 32 76 ഇങ്ങനെയുള്ള നമ്പറിൽ 76 വന്നു. നെക്സ്റ്റ് ഈ നമ്പർ 76 87 അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറിൽ 87 കറക്റ്റായിട്ട് 87 00 വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 06 65 കഴിഞ്ഞാൽ 76 അതുപോലെ 76 00 വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 53 10 10 കഴിഞ്ഞാൽ എത്രയാണ്? 10 കഴിഞ്ഞാൽ 21 21 00 വരുന്നുണ്ട്. അപ്പോൾ 00 ഒരു നമ്പറും കൂടി നമുക്കിതിൽ കിട്ടും ഏകദേശം. പിന്നെ അത് കഴിഞ്ഞാൽ ഈ 07 21 കഴിഞ്ഞാൽ 32 അവിടെ 32 00 ഇതും കൂടി നമ്മൾ നോക്കി വെച്ചാൽ എന്തായാലും കറക്റ്റായിട്ട് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 97 54 കഴിഞ്ഞാൽ 65 00 ഇങ്ങനെ 00 വരുന്നുണ്ട്. നമുക്കതും കൂടി നോക്കാം. അതായത് 32 76 കഴിഞ്ഞാൽ ഇവിടെ 87 00 അല്ല 32 76 കഴിഞ്ഞാൽ 87 00 വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു നമ്മൾ. ഇനി അത് 87 00 കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. 87 0 ബ്ലോക്കും കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്പർ മാറിയിട്ടായാലും അടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ഈ 76 00 ഞാൻ എവിടെയോ കണ്ടു. ഈ 32 76 00 അല്ലെങ്കിൽ 21 00 അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അതിപ്പോൾ ഈ 21 00 ഒക്കെ നമ്മളിപ്പോൾ എന്താണ് നോക്കുക, 21 വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 10 അടിക്കണം. 53 10 കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. 53 10 കഴിഞ്ഞിട്ട് എന്താണ് 53 10 കഴിഞ്ഞ് 53 10 കഴിഞ്ഞ് 21 അല്ലേ വരിക. ആ 21 0 ബ്ലോക്ക് വന്നത് ഈ 17-ാം തീയതിയാണ് അല്ലേ. 21 05 അടിച്ചിട്ടുള്ളത്. എങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം 21 00 എന്നുള്ള നമ്പർ ഈ പറഞ്ഞതുപോലെ 12 00 അടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 76 0 നമ്മൾ പറഞ്ഞല്ലോ. ഈ നമ്പർ എത്രയാണ്? 76 00 പറഞ്ഞതും ഈ പറഞ്ഞതുപോലെ 76 01 ആയിട്ടാണ് ലാസ്റ്റ് അടിച്ചത്. അപ്പോൾ 76 00 67 00 ആയിട്ടൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ 76 00 ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 00 ഈ സാധനം ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നി. 32 00 32 00 വന്ന് കിടക്കുന്നുണ്ട്.
ഇത് നമുക്ക് വേണമെങ്കിൽ 23.00 ആയിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് 23.00 എപ്പിട്ടി ഞാൻ കണ്ടല്ലോ, എപ്പിട്ടിയോ എന്ന് കണ്ട പോലെ തോന്നിയ 0.23 5000 അടിച്ചെടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ നമ്മൾ ഇവിടെ വരെ നോക്കി ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ കിടക്കുന്നത് ഈ 0.23 എവിടേക്കോ ഒന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഈ പറഞ്ഞ പോലെ 32.00 ആയത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലും അതുപോലെ ഇനി വരാനുള്ളത് എത്രയും നമ്മൾ പറഞ്ഞത് 65.00. അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. 65.00 നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ 56.00. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 0.00 കളികൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്പറുകൾ എന്താണോ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് ഇപ്പോൾ 53.10 വന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് 21.00 വന്നത്. ഓക്കെ, കാരണം 10 കഴിഞ്ഞ് 21 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 21.00 അല്ലെങ്കിൽ 12.00 ആയാലും ആ സാധനം വരുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് 0.00. അവിടെ നമുക്ക് തിരിക്കാനും മറിക്കാനും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്പർ ഈ പറഞ്ഞതുപോലെ മാറുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 1 അല്ലെങ്കിൽ 7 അങ്ങനെയൊക്കെ 3, 6, 9 ഇപ്പോൾ 12.00 ആണെങ്കിൽ ഇവിടെ നമുക്ക് 12.00 അല്ലെങ്കിൽ ഇവിടെ 1 അല്ലെങ്കിൽ 7 വരുള്ളൂ എന്തായാലും. അതായത് ഇത് 3ൻ്റെ നമ്പറാണ്, 2, 1, 3 അതിന് നിങ്ങൾക്ക് ഞാനൊരു അത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് പ്രൈം നമ്പറിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ 12.00 അല്ലേ നമ്മൾ കണ്ടത്, 12.00 ഇവിടെ നോക്കിക്കുക നിങ്ങൾ. ഇത് 3ൻ്റെ നമ്പറാണ്. ഇവിടെ 1 അടിച്ചാൽ അതൊരു പ്രൈം നമ്പറാണ്. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 3, 6, 9 നമ്പറുകളിൽ 1 അടിച്ച് കഴിഞ്ഞാൽ കണ്ട അവിടെ ഈ പ്രൈം നമ്പർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 7 അടിക്കണം. അത് 1 അല്ലെങ്കിൽ 7 മാത്രമേ ഇവിടെ പ്രൈം നമ്പർ ഉള്ളൂ. അപ്പോൾ 7 പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇവിടെ എന്തായാലും 1 മാത്രമേ പ്രധാനമുള്ളൂ. ഇനി നമുക്കിവിടെ 3 അടിച്ച് നോക്കിയത് ഒരിക്കലും പ്രൈം നമ്പർ ആയിരിക്കില്ല. കണ്ട, 100% ഉറപ്പിക്കാനാണ് ഞാൻ ഇന്നലെ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് തന്നത്. 3, 6, 9 നമ്പറുകളിൽ 1 അല്ലെങ്കിൽ 7 മാത്രമേ പ്രധാനമുള്ളൂ പ്രൈം നമ്പർ വരാൻ സാധ്യതയുള്ളത്. 3 അടിച്ചു വന്നില്ല. ഇവിടെ 9 അടിച്ചാലോ പ്രൈം നമ്പർ ആയിരിക്കില്ല. കണ്ട, നോട്ട് പ്രൈം നമ്പർ എന്നാണ് പറയുന്നത്. ഇവിടെ പ്രധാനം 1 അല്ലെങ്കിൽ 7. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ. അതായത് ഈ 3 നമ്പറുകൾ കൂട്ടുമ്പോൾ 3, 6, 9 നമ്പർ ആണെങ്കിൽ 1 അല്ലെങ്കിൽ 7 അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 62.11 അടിച്ചിട്ടുണ്ടായിരുന്നു 5000-ൽ. 6, 3, 9ൻ്റെ നമ്പറാണ്. നിങ്ങൾക്കത് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 9ൻ്റെ 6, 2, 1, 8, 9ൻ്റെ നമ്പറാണ് അല്ലേ. ഇവിടെ 3 അടിച്ച് നോക്കിയത് ഒരിക്കലും പ്രൈം നമ്പർ ആയിരിക്കില്ല. അതിനാണ് ഒറ്റ നോട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ 3 അടിച്ച് നോക്കിയത് ആപ്ലിക്കേഷൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക്, നിങ്ങൾക്കിത് കാണിച്ചത് മാത്രം. ഇവിടെ 3 അടിച്ചു, ഇതൊരു പ്രൈം നമ്പറല്ല. ഇവിടെ 9 അടിച്ചാലും ഒരിക്കലും ഇവിടെ പ്രൈം നമ്പർ ആയിരിക്കില്ല. കണ്ട, അവിടെ നോട്ട് പ്രൈം നമ്പർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ. കണ്ട, 62.11 പ്രൈം നമ്പറാണ്. എന്നാൽ 7 അടിച്ച് നോക്കിയാൽ അതൊരു പ്രൈം നമ്പറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത് 3, 6, 9ൻ്റെ നമ്പർ ആണെങ്കിൽ അവിടെ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ അത് പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതിനാണ് ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ടില്ല പ്രൈം നമ്പർ. പിന്നെ 3, 9 വരുന്ന നമ്പറുകൾ വേറെ വേറെ നമ്പറുകളായിരിക്കും. അവിടെ നിന്ന് ഈ 3 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും 3, 6, 9ൻ്റെ നമ്പർ ആയിരിക്കില്ല. ഒരിക്കലും ആയിരിക്കില്ല, 100% ആയിരിക്കില്ല. അങ്ങനെയുള്ള നമ്പറുകളിൽ 3, 9 വന്ന പ്രൈം നമ്പർ ആയിരിക്കും. ഈ 3, 6, 9ൻ്റെ അല്ലാത്ത നമ്പറുകളിലാണ് 3, 9 വന്നു കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആകുന്നത്. പക്ഷേ 1, 7 വരുന്ന നമ്പർ 100% ഈ 3, 6, 9ൻ്റെ നമ്പറുകളിൽ 1, 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അതുപോലെ ഞാൻ ആ കാണിച്ചിരുന്ന നമ്പറുകളിൽ ഇപ്പോൾ 62.11 അടിച്ചെന്ന് വിചാരിച്ചോ. 62.11 അടിച്ച് പോയിട്ടുണ്ട്. അടിച്ചെന്ന് വിചാരിക്കില്ല, അടിച്ച് പോയിട്ടുണ്ട്. അടിച്ച് പോയതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ ഞാൻ ചെയ്തത് അല്ലേ, അതിലാണ് ഇപ്പോൾ ഉണ്ട് 62.47 62.47 6, 2, 8, 4, 12. അതായത് 3ൻ്റെ നമ്പറിൽ ലാസ്റ്റ് 7 ഇതൊരു പ്രൈം നമ്പറാണ്. മനസ്സിലായില്ലേ? അതിന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ 1 അല്ലെങ്കിൽ 7 വന്നാൽ എന്തായാലും പ്രൈം നമ്പർ ആയിരിക്കും. 62.47 കണ്ടില്ലേ? ഇവിടെ ഇതൊരു പ്രൈം നമ്പറാണ്, ഇതൊരു 3ൻ്റെ നമ്പറാണ്. ഇവിടെ 1 അല്ലെങ്കിൽ 7 പ്രൈം നമ്പർ വരുള്ളൂ. ഇപ്പോൾ 1 അടിച്ച് നോക്കാം, 1 ഒരു പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ 7 ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ 3 എന്തായാലും ആവില്ല, 9 എന്തായാലും ആവില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പോൾ 62.47 മുന്നേ ഉള്ള പ്രൈം നമ്പർ ഏതാണെന്ന് വെച്ചാൽ 62.11. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തന്നതിലുള്ള നമ്പർ തന്നെയാണ്. കണ്ടില്ലേ? 62.11 5000 അടിച്ച് പോയൊരു നമ്പറാണ്. പിന്നെ 6, 2, 8, 9ൻ്റെ നമ്പർ. അത് 9 ദിവസം കഴിഞ്ഞിട്ടാണ് 62.17 62.47 അടിച്ചത്. ഇതാണല്ലേ, 62.17 അടിച്ചു, 62.47 അടിച്ചു.
നമുക്ക് വേണമെങ്കിൽ ബാക്കോട്ട് എണ്ണി നോക്കാം. നോക്കിയോ, 1 2 3 4 5 6 7 8 9. ഇവിടെ നമുക്ക് 9 ദിവസം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. 62 11 ഇതേ 9 10 10 9 10 62 11 5000 അടിച്ച നമ്പറാണത്. അതടിച്ചതിന് ശേഷമാണല്ലോ ഇവിടെ എന്തായാലും 62 11 കഴിഞ്ഞാൽ 62 17 വന്നിട്ടുണ്ട്, 62 47. അതായത് 3 6 9 നമ്പറിൽ 1 7 വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു തരുന്ന ഐഡിയകൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ അതിലും സിമ്പിളൊന്നും ഇല്ല. നിങ്ങളുടേതായ യുക്തിപരമായിട്ട് നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ 3 6 9 ഒരുപാട് ഐഡിയകൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ എത്ര നിങ്ങൾക്ക് ഓരോ ഐഡിയകളുണ്ട്. ആ ഐഡിയകളിൽ നിങ്ങൾക്ക് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു 34 71 വന്നു പോയില്ല. ഇനി നെക്സ്റ്റ് ഇതിൽ 64 71 അല്ലെങ്കിൽ 94 71 ഞാൻ ആ വീഡിയോസിൽ അപ്പോഴും പറഞ്ഞു ഇല്ലേ. അങ്ങനെ കാണിച്ചു തന്നിട്ട് എന്താ കാരണം, ഇവിടെ ഈ അറ്റത്ത് 3 6 9 നമ്പർ 7 8 4 12 3ൻ്റെ നമ്പർ ഈ ഭാഗത്താണ് വരുന്നതെങ്കിൽ ഈ ഭാഗത്തെ നമ്പറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തെ നമ്പറുകൾ ഇവിടെ 3 ആണെങ്കിൽ നെക്സ്റ്റ് 6 അല്ലെങ്കിൽ 9 വരുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ആ വീഡിയോ ഇട്ടതിൻ്റെ ഇപ്പോൾ ഇന്നലെ തന്നെ അല്ലേ അടിച്ചിട്ടുള്ളത് 94 71 ഇതേ 94 71 കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3 പിന്നെ അവിടെ 64 71 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 94 71 വരിക. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളും ചിന്തിക്കണം. ഞാൻ ഏകദേശമൊക്കെ നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സിമ്പിളായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഞാൻ എങ്ങനെ പറയാം, ഇനി സിമ്പിളായിട്ട് ഇതിലുള്ള ഐഡിയ ഇല്ല. അതായത് 3 6 9ൻ്റെ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമ്പറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിപരമായിട്ടായാലും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 9104 അടിച്ചിട്ടുള്ളത്. ഇതന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഐഡിയയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ നമ്പറുകളിൽ ഇപ്പോൾ 54 ഇവിടെ വരുത്താം നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് 3 6 9 നമ്പറാവും. നോക്കി ഇവിടെ 5 ഇട്ടു, 0 മാറ്റി ഇവിടെ 5 ഇട്ടു നമ്മൾ. അപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ 91 54. മനസ്സിലായില്ലേ. ഇവിടെ ഇടാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ 5 2 7 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 6 9 നമ്പർ ആവില്ല. ഇതാകുമ്പോൾ 9 1 10 15 ഇത് 6ൻ്റെ നമ്പറാണ്. അപ്പോൾ 91 54. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഈ 54 തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയോ നമുക്ക് ഇവിടെ വരുന്നത് തിരിച്ചാണ്, 2ആണ്. ഇവിടെ 2ആണ്. 2 ഇട്ടാലേ ഇത് 3 6 9 നമ്പർ ആവുള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് യുക്തിപരമായിട്ട് നമുക്ക് നമ്പറുകൾ കണ്ടെത്താം. 8 2 10 ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ 10 15 കണ്ട. ഇവിടെ 3 6 9 നമ്പറിലാണ് 54 ഇവിടെ കൊണ്ടുവന്ന് വരുന്നത്. നമുക്ക് അങ്ങനെ ആക്കാം. കാരണം 54 ഇനി നെക്സ്റ്റ് 50, കാരണം ഈ പറഞ്ഞ നമ്പറുകൾ വരുന്നത് 3 6 9 നമ്പറുകളിലാണല്ലോ. അപ്പോൾ 54 ഇനി നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ 82 50 അല്ലെങ്കിൽ 91 54 ആയിരിക്കാം. പിന്നെ ഞാൻ 5000 വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. 5000 ഇപ്പോൾ ഇങ്ങനത്തെ നമ്പറുകൾ വന്നില്ല, എന്ത് ചെയ്യും? ഇപ്പോൾ ഈ നമ്പറുകൾ ഇങ്ങനെ വന്നില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിനൊരു ഉദാഹരണം ഞാനും കൂടി പറഞ്ഞ് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മളിവിടെ അങ്ങനെ നോക്കി. ഇപ്പം നമ്മളിവിടെ ഈ 5000 വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. അപ്പോൾ ഈ 10 21 32 43 54 65 എന്നുള്ള നമ്പറുകൾ 5000 വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 54 വന്നിട്ടുണ്ട്. 54 വന്നാലും ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടുമ്പോൾ 5 6 8ൻ്റെ നമ്പറാണ്. പറ്റില്ല. നമുക്ക് 3 6 9 നമ്പറുകളിൽ വേണം ഈ നമ്പർ വരാൻ. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കാം. താഴോട്ട് നോക്കുമ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ വന്നിട്ടുള്ളത് ഏതിലാണ്? ഇതിലൊന്നും ഇപ്പോൾ 34 പറ്റില്ല, 43 ആണെങ്കിൽ ഓക്കെ. പക്ഷേ അതല്ല, ഇവിടെ 54 വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 54 നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് 5 1 6 3 9ൻ്റെ നമ്പറിൽ കറക്റ്റ് 54, അതായത് നമ്മൾ ഉദ്ദേശിച്ച 54 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഏതാ? 65 അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ 65ആണ്. ഈ 65 65 നമ്മൾ ഈ 0 6 65 വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 0 6 65 വരുന്നതിന് മുന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. 5000 വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 1000 2000 നോക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പർ എന്തായാലും 65 65 അല്ലാന്നുണ്ടെങ്കിൽ 66 55 അല്ലേ. ഇവിടെ നമ്മൾ 97 54 വന്നപ്പോഴും ഇതേ നമ്പർ തന്നെയാണ് കിട്ടിയത്. പക്ഷേ അതിന് മുന്നേ ഇങ്ങനെ നമുക്ക് ഈ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് ശേഷം നോക്കി നോക്കാം. 10-ാം തീയതിയിൽ നമുക്ക് 11-ാം തീയതിയിൽ എടുത്ത് നോക്കി നോക്കാം. അതെ, 11-ാം തീയതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ നമ്പർ നോക്കി 65 65 എന്നുള്ള നമ്പറാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. 65 64 ആയിട്ടൊക്കെ എടുക്കുന്നത്. മനസ്സിലായില്ല. 65 64 ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അതേസമയം 54 കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെങ്കിലും 65 ആണല്ലോ. ഈ 65 ഏത് നമ്പറെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ 65 വന്ന് കിടക്കുന്ന നമ്പർ നോക്കിയാൽ 06 65 ആണ്. മനസ്സിലായ?
0665 വന്ന് കിടക്കുന്ന നമ്പർ, അതായത് 65 ശരിക്കും വരേണ്ടത് വന്നിട്ടില്ല. പക്ഷേ 369 നമ്പറുകളിൽ തന്നെ 65 അന്നത്തെ ദിവസം വന്ന് കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ 65 ഇതിലാണ് വന്ന് കിടക്കുന്നത്. മനസ്സിലായ? ആ നമ്പറാണ് 0665 കറക്റ്റായിട്ട് ഒരു ദിവസം കഴിഞ്ഞു 11 കഴിഞ്ഞാൽ അതെ 12 കഴിഞ്ഞു 13-ാം തീയതിയിൽ 0665 ഇവിടെ കയറി അടിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഈ 0665 ഇവിടെ കയറി അടിച്ചത് 6-12 3-ൻ്റെ നമ്പറാണത്. അതേസമയം 65 ഇവിടെയും വന്ന് കിടക്കുന്നുണ്ടല്ലോ. 0665 അടിച്ചാൽ അന്ന് തന്നെ ഇവിടെ 65 വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് കയറി അടിച്ചില്ലല്ലോ. അപ്പം ഞാനത് കൂട്ടി നോക്കി. 6 4 10 ഇത് 19-ൻ്റെ നമ്പറാണ്. 19 എന്ന് പറയുമ്പോൾ 1-ൻ്റെ നമ്പർ 19, 9 10 1-ൻ്റെ നമ്പറാണ്. ഇവിടെ 369 നമ്പറിൽ വന്ന് കിടക്കുന്ന നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. 0665 6-12 12 എന്ന് പറയുമ്പോൾ 2 1 3 3-ൻ്റെ നമ്പറാണത്. ഇതിൽ 65 വന്നതുകൊണ്ട് കറക്റ്റ് ഈ നമ്പർ 3-ാം പക്കം കയറി അടിച്ചു, മുകളിലേക്ക് കയറി അടിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ 5000-ൽ അങ്ങനത്തെ നമ്പറുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്പറുകൾ കിട്ടും. ആ നമ്പർ കറക്റ്റായിട്ട് 65 ലാസ്റ്റ് പിറ്റേ ദിവസം വന്ന് കിടക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ കയറി അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു നമ്പറാണ് എന്താ പറയുക 9243 43-ന് നമ്പർ വരണം. അപ്പോൾ ആ നമ്പർ ഞാൻ നോക്കിയപ്പോൾ 100-ൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വട്ടം വരച്ച് നോക്കി. അതിൻ്റെ പിറ്റേ ദിവസം വന്ന് അടിച്ചത് 4923 12 23 4 15 16 ഇവിടെ ഇതേപോലെ തന്നെ നമുക്കിവിടെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ എന്താ പറയുക 9243 ലാസ്റ്റ് 43 വരുന്ന നമ്പർ ഇവിടെയൊക്കെ ഞാൻ നോക്കി. അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ കിട്ടുമെന്ന് കിട്ടില്ല എന്നുള്ളത് അതൊന്നും കാണാനില്ല. അങ്ങനെ കാണാണ്ടായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 100-ൽ എവിടെയാണ്ട് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആ നമ്പറാണ് എന്താ പറയുക, ആ നമ്പറാണ് എപ്പോഴത്തെ ലാസ്റ്റ് 43 വരുന്ന നമ്പർ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. ആ നമ്പറാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും 9243 വരേണ്ട നമ്പറാണ്. 4923 കറക്റ്റായിട്ട് അത് 5000-ൽ കയറി അടിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. 16-ാം തീയതി ഇവിടെ ഇത് 16 ഇത് 17. ഓക്കെ, ഇതിവിടെ കണ്ട 9243 ഈ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ നമ്പർ ലാസ്റ്റ് 43 വരുന്ന നമ്പറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ 43. ഓക്കെ, ഇവിടെ 32-ൽ നമ്പർ എവിടെയോ അടിച്ചിട്ടുണ്ടായിരുന്നു. 32-ൽ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എവിടെ 32 അങ്ങനെ അടിച്ചപ്പോൾ 32 കഴിഞ്ഞാൽ നെക്സ്റ്റ് 42 വരേണ്ടത്. അപ്പോൾ ആ 32 അടിച്ച് പോയി. 32 അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 43 വരണം. അപ്പോൾ ആ 43 വരുന്ന നമ്പറുകൾ ഇവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ലാസ്റ്റ് 100-ലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ നമ്പർ ഞാൻ നോട്ട് ചെയ്തു. ഈ നമ്പർ 5000-ലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. 9243. പക്ഷേ അടിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം 9243 അടിച്ചില്ല, 4923 ആ നമ്പർ അടിച്ചു. ആ 0665 കയറി അടിക്കുന്നതിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്കാണ്, പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സമയം പിടിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ട്രിക്കാണ്. മനസ്സിലായില്ലേ? ഈ വക നമ്പറുകൾ ലാസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ വന്ന നമ്പറുകൾ 369-ൻ്റെ നമ്പറുകളാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. 369-ൻ്റെ നമ്പറുകൾ 3 നമ്പർ കൂട്ടുമ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. അവിടെ കിട്ടുന്ന നമ്പറുകളായിരിക്കണം ഈ കാണുന്ന രണ്ട് നമ്പറുകൾ അവിടെ ഇങ്ങനത്തെ നമ്പറുകൾ വന്നിരിക്കണം. അങ്ങനെ വന്ന നമ്പറുകളിലാണ് ഞാൻ ഈ പറഞ്ഞ ഐഡിയ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ 00-നും ഈ പറഞ്ഞ പോലെയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതുപോലെ 369-ൻ്റെ ഇത് മാത്രമൊന്നുമല്ല, 369-ൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ടി അടുത്തതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെറുതെ സമയം കളയാൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ വെച്ച് നോക്കുക. ഓക്കെ, ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.